മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമായ കളങ്കാവൽ മൂന്നാം ആഴ്ച പൂർത്തിയാക്കി കുതിക്കുന്നു. ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാൽ ചിത്രം വൃഷഭയെ പിന്തള്ളി ചിത്രം കുതിപ്പ് തുടരുകയാണ്. കളങ്കാവൽ 100 കോടി നേടുമെന്നാണ് ആരാധകർ പറയുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമായ കളങ്കാവൽ മൂന്നാം ആഴ്ച പൂർത്തിയാകുമ്പോഴും വലിയ കുതിപ്പ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതിനിടയിൽ ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രങ്ങളെയെല്ലാം പിന്തള്ളി ഇപ്പോഴും കുതിപ്പ് തുടരുകയാണ്. രണ്ടാം ആഴ്ചയിൽ 80 കോടിയോടടുത്ത് കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രം ഇപ്പോൾ മൂന്നാം ആഴ്ച കഴിയുമ്പോഴേക്കും 100 കോടി കിട്ടുമെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. 2025 ഡിസംബർ 5-ന് പുറത്തിറങ്ങിയ ചിത്രം ആദ്യ രണ്ടാഴ്ച മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 21 ദിവസം കൊണ്ട് 81.70 കോടി രൂപയാണ് കളങ്കാവൽ നേടിയതും. കേരളത്തിൽ നിന്ന് 36.30 കോടിയാണ് ചിത്രം നേടിയത്. മിഡിൽ ഈസ്റ്റിൽ ചിത്രം $3.39 മില്യൺ നേടി. നിലവിൽ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് കളങ്കാവൽ. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂർ സ്ക്വാഡിനെ കളങ്കാവൽ മറികടക്കുമെന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ ഭീഷ്മപർവത്തിന്റെ 85 കോടി പിന്നിടാൻ നാലാം ആഴ്ചയിൽ ചിത്രത്തിനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചത്. കുറുപ്പ് എന്ന സിനിമയുടെ കഥാകൃത്തായ ജിതിൻ കെ ജോസ ജിഷ്ണു ശ്രീകുമാറിനൊപ്പമാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയത്. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം, ടർബോ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം 50 കോടി ക്ലബിലെത്തുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ നിർമ്മാണ സംരംഭമാണ് ചിത്രം. 50 കോടി ക്ലബ് എന്ന നേട്ടം ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന 6ാമത്തെ മലയാള ചിത്രമായി കളങ്കാവൽ മാറിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.